യുകെയിൽ ഇപ്പൊ എവിടെയാ താമസിക്കണേ? ഇപ്പം പറയില്ല, ഞങ്ങൾ പുറത്ത് പറയില്ല. അത് പുറത്ത് പറഞ്ഞാൽ ശരിയാകത്തില്ല. ബ്രിസ്റ്റൽ എന്നൊരു സ്ഥലത്താ, അതിനുള്ളിൽ ഒരു ഏരിയയിലാണ്. അങ്ങോട്ട് ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞത് അവിടെ എന്റെ വീട് മാത്രമേ ഉള്ളൂ. ഈവൻ ഇപ്പോഴും ആൾക്കാർ ഇപ്പൊ ഒരു സെൽഫി എടുത്തോട്ട് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് വൈ നോട്ട്, എനിക്ക് സന്തോഷമാണ്, കൊള്ളാലോ, ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ. ഞാനത് ആ ഒരു ഇപ്പൊ എന്നോട് ആൾക്കാർ ചോദിക്കുന്നത് ഇൻസ്റ്റാഗ്രാമറല്ലേ, ഞാൻ ഇൻസ്റ്റാഗ്രാമറല്ലേ, ബിസിനസ് മാനാ. ഇൻസ്റ്റാഗ്രാം വെറുതെ ഞാനിങ്ങനെ ഇട്ടത് കൊണ്ട് സംഭവിച്ചു പോയൊരു സംഭവമാണ്. നാട്ടിൽ ഒരുപാട് പേർക്ക് എന്നെ അറിയാം, അവിടെ വരുന്നു, ഇവിടെ കാണുന്നു, ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഐഡന്റിഫൈ ചെയ്യുമ്പം ലൈഫ് ഈസ് വെരി ഡിഫറെന്റ്. സന്തോഷം എന്നല്ല, ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട് വരും. ഏതൊക്കെ കാര്യങ്ങളാണ് ബുദ്ധിമുട്ട്? നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ, നമ്മുടെ പ്രൈവസിയിൽ ഒരു ഇത് വരികയല്ലേ. ലാസ്റ്റ് ടൈം ഈ ബ്രദറിന്റെ മാരേജിന് വരുമ്പോഴും അന്ന് പഴയ സബ്വേയിൽ വർക്ക് ചെയ്ത ആൾ തന്നെയാണ് ഞാൻ അപ്പോഴും. ഇപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് സബ്വേയിലൊക്കെ പണി എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കുമല്ലോ. അപ്പം റിലേറ്റീവ്സിന് അറിയുന്നത് രക്ഷപ്പെട്ടോ ഇല്ലോ എന്നുള്ളത്, ഞാനായിട്ട് പറയത്തില്ല രക്ഷപ്പെട്ടുള്ളത്. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു, കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം കഴിക്കാൻ വിരോധമാണോ? സമാധാനം ഉണ്ടെങ്കിൽ നോക്കാം. എനിക്കിപ്പോ നല്ല സമാധാനമുള്ള ലൈഫാണ്. ഇപ്പൊ എന്റെ ലൈഫിലോട്ട് ഒരാളെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് 3 എണ്ണം ഉണ്ട് വീട്ടില്, എനിക്ക് അതാണ് പ്രധാനം. അതിനുവേണ്ടിയാണ് ഞാൻ ലൈഫ് അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ വരുന്ന ഒരാൾക്ക് അത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല, ബെഡിൽ കിടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പൊ അതിനേക്കാളും നല്ലത് ഞാൻ അങ്ങനെ ഒരാളെ അപ്രോച്ച് ചെയ്യാതിരിക്കുന്നത്, ഞാൻ എന്റെ സമാധാനമുള്ള ഒരു ലൈഫിൽ കൂടെ പോകുന്നതല്ലേ. അതെ, ഇത് എനിക്കിപ്പോ അനുഭവം സംസാരിക്കുമ്പോഴേ നമ്മളെ പോലെ മടിയന്മാർക്കൊക്കെ പറ്റിയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ, ഈ പറഞ്ഞ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഷാർട്ട് ടൈമിന് നമ്മൾ ടൈമിംഗ് കീപ്പ് ചെയ്യുക, അവരുടെ സമയത്തനുസരിച്ച് നമ്മൾ റെഡി ആയിരിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ടൈമിൽ സംസാരിക്കുന്നത് നേരെ ഓപ്പോസിറ്റുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെയും സക്സസ് അങ്ങനെയും ചെയ്യാം. ഇപ്പൊ എന്റെ എംപ്ലോയീസിന് ഈ പറയുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല. എന്റെ എംപ്ലോയീസ് ഹാസ് ടു ബി വെരി ഷാർപ്പ്. ഇപ്പൊ നിങ്ങൾ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇവിടെ വന്നു. ഞാൻ സമയം തെറ്റിക്കുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങളിൽ. എന്നോട് വരാൻ പറയുന്ന ആപ്റ്റ് ടൈമിൽ ഞാൻ വരാം. എംപ്ലോയീസ് ആയാലും കറക്റ്റ് സമയത്ത് ചെയ്യണം. പക്ഷെ നമുക്ക് വേണ്ടി ഒരാൾ വരുമ്പോൾ അത് എൻ്റെ ടൈമിനെ ഞാൻ ഷെഡ്യൂൾ ചെയ്യത്തുള്ളൂ. അത് ആ ഒരു രീതിയാണ്. അപ്പം അത് വെച്ച് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കി. യുകെയിൽ ഇപ്പൊ എവിടെയാ താമസിക്കണേ? ഇപ്പം പറയില്ല, ഞങ്ങൾ പുറത്ത് പറയില്ല. അത് പുറത്ത് പറഞ്ഞാൽ ശരിയാകത്തില്ല. ബ്രിസ്റ്റൽ എന്നൊരു സ്ഥലത്താ, അതിനുള്ളിൽ ഒരു ഏരിയയിലാണ്. അങ്ങോട്ട് ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞത് അവിടെ എന്റെ വീട് മാത്രമേ ഉള്ളൂ. കാരണം പിൻ പോയിന്റ് ചെയ്ത് വരും. അത് ഇതിനു മുമ്പ് ഞങ്ങൾ വീട് മാറി, അതുകൊണ്ടാണ്. അതായത് ആൾക്കാര് ഒന്നിനുമല്ല, നമ്മളോടൊരു സഹായം എന്ന രീതിയിൽ 1 10 ആകും, 10 100 ഒരുപാട് പേര് വീട്ടിലോട്ട് വരുമ്പോൾ എന്റെ പ്രൈവസി പോവും. പിന്നെ ഈ വണ്ടികൾ വെച്ച് കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസിയാ. നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഒന്ന് സ്പോട്ട് ചെയ്താൽ, അങ്ങനെ എല്ലാവരും മോശപ്പെട്ടവർ അങ്ങനെ നല്ല ഉദ്ദേശം, നമ്മൾ എനിക്ക് എന്നോടൊരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് വരുന്നത്. ഞാൻ അത് ഇതുവരെ ശീലമായിട്ടില്ല. അതായത് ഈവൻ ഇപ്പോഴും ആൾക്കാർ ഇപ്പോൾ ഒരു സെൽഫി എടുത്തോട്ട് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് വൈ നോട്ട്, എനിക്ക് സന്തോഷമാണ്, കൊള്ളാലോ, ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ. ഞാനൊരു ആ ഒരു ഇപ്പൊ എന്നോട് ആൾക്കാർ ചോദിക്കുന്നത് ഇൻസ്റ്റാഗ്രാമറല്ലേ, ഞാൻ ഇൻസ്റ്റാഗ്രാമറല്ലേ, ബിസിനസ് മാനാ. ഇൻസ്റ്റാഗ്രാം വെറുതെ ഞാനിങ്ങനെ ഇട്ടത് കൊണ്ട് സംഭവിച്ചു പോയൊരു സംഭവമാണ്. അതെ, നമ്മള് ഡേ ടു ഡേ ലൈഫ് ഒന്നുമില്ല അതിനുള്ളിൽ. രാവിലെ ഞങ്ങൾ നടക്കാൻ പോകുന്നു, നടന്ന് ഞങ്ങൾ തിരിച്ചു വരുന്നു. ചിലപ്പോൾ വണ്ടിക്ക് പോകും, മടിയുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രൈവ് പോവും, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് സന്തോഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ സ്റ്റാർബക്സിൽ ഇപ്പോൾ ഒരു പപ്പിച്ചിനോ എല്ലാം വാങ്ങിക്കാൻ വേണ്ടി പോകും. അതിനിടയ്ക്ക് ഞാനും ഒരെണ്ണം കുടിക്കും. ഇതെല്ലാം വെറുതെ ഒരു സെക്കൻഡ് ആരെങ്കിലും എടുക്കും, കൂടെ ഒരു മാനേജർ ഉണ്ടാവുമല്ലോ എപ്പോഴും. പുള്ളി ഇതെല്ലാം വെറുതെ ഒരെണ്ണം എടുക്കുമ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ കുറെ ഫുട്ടേജ്, അപ്പൊ ഇങ്ങനെ നേരെ നിവർത്തിയിട്ട് അതങ്ങനെ നേരെ ലെവൽ ചെയ്തു. എന്റെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സംഭവമാണ്. എനിക്ക് എഡിറ്റേഴ്സ് ഒന്നുമില്ല. ഒരു സെക്കൻഡിന്റെ ഫുട്ടേജ് നമ്മൾ എവിടെയെങ്കിലൊക്കെ അയച്ച് ആഡ് ചെയ്ത് അങ്ങനെ അപ്ലോഡ് ചെയ്ത് വിടുന്നൊരു സംഭവമാണ്. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പറയണമല്ലോ, ഇതാണ് നടന്നതെന്ന് പറയുന്നത്. അപ്പൊ വെറും റോ ഫുട്ടേജസും വെറും റോ വോയിസ് ഓവറുമാണ്. പിന്നെ അതിൽ അങ്ങനെ ഒന്ന് ഫേമസ് ആയി. അപ്പം അതെനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഇച്ചിരി സമയം എടുത്തു. ഓക്കെ, എല്ലാവർക്കും എന്നെ അറിയാം. ഇവൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ വളരെ ചില്ല പ്രതീക്ഷിച്ചത്. പക്ഷെ നാട്ടിൽ ഒരുപാട് പേർക്ക് എന്നെ അറിയാം. അവിടെ വരുന്നു, ഇവിടെ കാണുന്നു, ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഐഡന്റിഫൈ ചെയ്യുമ്പം ലൈഫ് ഈസ് വെരി ഡിഫറെന്റ്. സന്തോഷം എന്നല്ല, ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട് വരും. ഏതൊക്കെ കാര്യങ്ങളാണ് ബുദ്ധിമുട്ട്? നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ, നമ്മുടെ പ്രൈവസിയിൽ ഒരു ഇത് വരികയല്ലേ. പക്ഷെ സ്റ്റിൽ പീപ്പിൾ വിൽ കം. അതിപ്പോ നമുക്ക് അവരോടൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് ഒരാളോട് സംസാരിക്കണമെന്ന് തോന്നിയാൽ സംസാരിക്കും. അപ്പൊ നമ്മളാണെങ്കിലും ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിയുടെ പുറകെ പോകത്തില്ലേ, കൊള്ളാലോ, ഒരു ഫോട്ടോ എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും, ഇവരും അത് ചെയ്യും. ഇനി എല്ലാവരും സെലിബ്രിറ്റീസ് ആവട്ടെ, അതാവുമ്പോ എല്ലാവർക്കും ഓക്കെ ആവുമല്ലോ, ആ ഒരു പ്രശ്നം കഴിയുമല്ലോ. ഇപ്പൊ യുകെയില് ആരൊക്കെയുണ്ട്? 3 കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം, നമ്മുടെ ഡോഗ്സ്. അതല്ലാതെ വീട്ടില് യുകെയിൽ ആരൊക്കെയുണ്ട്? വീട്ടിലാരുമില്ല, ഫാമിലി ആരുമില്ല. ഫാമിലി ഉണ്ട്, കുറച്ച് റിലേറ്റീവ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അച്ഛനമ്മ അവരൊക്കെ ഇവിടെ നാട്ടിൽ തന്നെ. അച്ഛനമ്മ ചേട്ടൻ നാട്ടിലുണ്ട്. ചേട്ടന് റീസെന്റ് ലാസ്റ്റ് ഇയർ മാരേജ് ചെയ്തേ. അപ്പം ഞാൻ 6 ഇയേഴ്സിന് ശേഷമാണ് തിരിച്ച് നാട്ടിലോട്ട് വരുന്നത്. അപ്പൊ പുള്ളിയുടെ കല്യാണത്തിന് വേണ്ടി വന്നതാ.
പിന്നെ തിരിച്ചു പോയി. പിന്നെ ഞാൻ പറഞ്ഞു ഇല്ലല്ല തിരിച്ചൊരു വരവ് എന്തായാലും ഫാമിലിക്ക് ഒരു സെലിബ്രിറ്റി ആയിട്ടുണ്ടോ? ഇല്ലില്ല, അവർക്ക് അറിയാതൊക്കെ ഇല്ല, അവർക്ക് അറിയത്തില്ല. വീഡിയോസ് ഒന്നും കാണാറില്ല. ഞാൻ ഒരുവിധം ഒന്നും ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല. അതായത് ഈവൻ ലാസ്റ്റ് ടൈം ഈ ബ്രദറിന്റെ മാരേജിന് വരുമ്പോഴും അന്ന് പഴയ സബ്വേയിൽ വർക്ക് ചെയ്ത ആള് തന്നെയാണ് ഞാൻ അപ്പോഴും. ഇപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് സബ്വേയിലൊക്കെ പണി എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കുമല്ലോ. അപ്പം റിലേറ്റീവ്സിന് അറിയേണ്ടത് രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്, ഞാനായിട്ട് പറയത്തില്ല രക്ഷപ്പെട്ടുള്ളത്. പിന്നെ വീഡിയോ വന്നു, ഞാൻ തിരിച്ചു പോയതിന് ശേഷം ഈ വീഡിയോസ് ഇട്ട് തുടങ്ങി. ദെൻ പീപ്പിൾ സ്റ്റാർട്ടഡ് ടു റിയലൈസ് ഓക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് അവിടെ. പിന്നെ നമ്മളായിട്ട് പറയത്തില്ലല്ലോ, സീക്രട്ട് ആണല്ലോ. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു, കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം കഴിക്കാൻ വിരോധമാണോ? വിരോധമൊന്നുമില്ല, ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല. അത് നോക്കാം, സമയമാവട്ടെ, വരുമോ നോക്കാം. ഞാനായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യുന്നില്ല. ട്രൈ ചെയ്തിട്ടേ ഇല്ല. ട്രൈ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യുന്നില്ല. അതെന്തൊരു ബാക്ക് സ്റ്റോറി ഉണ്ടോ? എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ടാവില്ല എവിടെയെങ്കിലും. എങ്കിലും കല്യാണം എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സമാധാനം ഉണ്ടെങ്കിൽ നോക്കാം. എനിക്കിപ്പോ നല്ല സമാധാനമുള്ള ലൈഫാ. ഇപ്പൊ എന്റെ ലൈഫിലോട്ട് ഒരാളെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് 3 എണ്ണം ഉണ്ട് വീട്ടില്, എനിക്ക് അതാണ് പ്രധാനം. അതിനുവേണ്ടിയാണ് ഞാൻ ലൈഫ് അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ വരുന്ന ഒരാൾക്ക് അത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല, ബെഡിൽ കിടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പൊ അതിനേക്കാളും നല്ലത് ഞാൻ അങ്ങനെ ഒരാളെ അപ്രോച്ച് ചെയ്യാതിരിക്കുന്നത്, ഞാൻ എന്റെ സമാധാനമുള്ള ഒരു ലൈഫിൽ കൂടെ പോകുന്നതല്ലേ. അപ്പൊ വൈ നോട്ട്, ഇത് വേണമെന്നില്ല. ഇപ്പൊ ഗിവ് അവേക്ക് കാറുകൾ കൊടുക്കുന്നുണ്ടല്ലോ, ഇപ്പൊ ചില വീഡിയോസ് കാണാറുണ്ട്. അതിന്റെ ഒരു സത്യാവസ്ഥ, ശരിക്കും കാറുകൾ കൊടുക്കാറുണ്ടോ? അതൊരു എൻറ്റയർലി ഡിഫറെന്റ് സിനാരിയോ. അതങ്ങനല്ല അതിന്റെ കണക്ക്. എൻ്റെ ഒരു മിനി കൂപ്പർ ഉണ്ട്. ഈ മിനി കൂപ്പർ നല്ലൊരു വണ്ടിയാണ്. അത് ശരിക്കും ഞങ്ങൾ ഒരു വട്ടം ട്രാവൽ ചെയ്ത് പോയപ്പം ഒരു റോഡിൽ മറ്റേ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വണ്ടി, ഒരു പുള്ളിയുടെ വണ്ടിയാണ് വെക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ നല്ല മിനി കൂപ്പർ അത്യാവശ്യം ഡീസൻറ്റ് പ്രൈസിങ്ങിൽ കിട്ടുന്നുണ്ട്. കൂപ്പർ എസ് ആണ്. അപ്പോൾ എസ് ആണെന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ മറ്റേതൊക്കെ പോയി വണ്ടിയൊക്കെ പോപ്സ് ആൻഡ് ബാങ്ക്സ് ഒക്കെ വെച്ച് പൊട്ടിക്കുക, നമുക്ക് എഞ്ചിനൊക്കെ ബിൽഡ് ചെയ്തെടുക്കുക എന്നൊക്കെ വിചാരിച്ച് വണ്ടി വീട്ടിൽ കൊണ്ടിട്ടിട്ട് ഞാൻ ഒരു കൊല്ലം ഓടിച്ചില്ല. ഇല്ല, ആ വണ്ടി ഞങ്ങൾ അവിടെ ആകെ 2 വട്ടം ഓടിച്ചത് ഓയിൽ ചേഞ്ച് ചെയ്യാനാണ്. അപ്പം സമയം നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഓടിച്ചേ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് ഈ വണ്ടി ഇവിടെ കിടക്കുന്നത്, നമ്മൾ ആർക്കെങ്കിലും കൊടുത്തേക്കാന്ന് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പൈസ കൊടുക്കണ്ട, എന്തായാലും വെറുതെ കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതല്ലേ, ആർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ വണ്ടിയില്ലാത്ത ഒരാൾക്ക് കൊടുത്തു വിടാലോ എന്ന് പറഞ്ഞിട്ട് യുകെയിലാണ്. ആ പറഞ്ഞത് പാളിപ്പോയി. അതായത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്ര പേരെ ഒരു കോമ്പറ്റീഷൻ പോലെ, കാരണം വെറുതെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ സമയം ആരും അവസാനം കൈയെടുക്കുന്നു എടുത്തോളാൻ പറഞ്ഞു. ആ പ്രൊജക്ട് ഞങ്ങൾ ബിൽഡ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു. അതായത് പിന്നീട് അതിന്റെ കോൺസിക്വൻസ് ഞാൻ അറിഞ്ഞേ. സെറ്റ് ഇടണം, ലൈറ്റ്സ്, ക്യാമറ ടീം, ഇവർ കൈയെടുക്കുന്നത് നമ്മളെങ്ങനെ അറിയും, ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് കൈയെടുക്കുകയാണെങ്കിലോ, അതേരെ എല്ലാം അങ്ങ് മാറി പറഞ്ഞു. പിന്നെ ഞാൻ ആ ഒരു ലൊക്കേഷൻ ഹണ്ടി കയറി. എന്നാ പിന്നെ എനിക്കിത് പുൾ ഓഫ് ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ. അപ്പം അതും നടക്കുന്നില്ല. പിന്നെ അവസാനം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വന്ന് പറഞ്ഞു എനിക്ക് ലൊക്കേഷൻ കിട്ടുന്നില്ല, ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഷാസ് എന്ന് പറഞ്ഞ്, പുള്ളിയാണ് എൻ്റെ മീഡിയ ടീം. പുള്ളിയുടെ കമ്പനി എന്നെ എടുത്തു, അതായത് ദത്തെടുത്തു. വന്ന് എന്നോട് പറഞ്ഞു എടാ വി ക്യാൻ ഡു ഇറ്റ്, അത് നമുക്ക് ചെയ്യാം. പുള്ളി തന്നെ ഷാസ് ഒരുപാട് ഓടി, ടിഫിൻ ബോക്സ് മീഡിയ എന്നവരുടെ പേര്. അവരൊരുപാട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു, എല്ലാ വർക്കും അവരെ ചെയ്തേ. ഞാനായിട്ടൊരു വർക്ക് ചെയ്തില്ല. അതിന്റെ വീഡിയോ വരാൻ നല്ല സമയം എടുക്കും. ഇപ്പം ഏകദേശം ആയി കാണും, കാരണം February 18 ഞങ്ങൾ ആ വീഡിയോ ഷൂട്ട് ചെയ്തു. ഒരാൾ വണ്ടിയും കൊണ്ടുപോയി, വണ്ടി കൊടുത്തു. പിന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഓക്കെ ദിസ് ഈസ് എ പാത്ത്. അടുത്തത് ഇനി ഞങ്ങൾ വേൾഡ് വൈഡ് ആയിട്ട് നടന്ന് ഇനിയും ഇവിടെ വരുന്നുണ്ട്, ദുബായി പോകുന്നുണ്ട്, എല്ലായിടത്തും ഞങ്ങൾ ഓരോ വണ്ടി ഇതേപോലെ ഓരോ കോമ്പറ്റീഷൻ വെച്ച് കൊടുക്കും. അതാണ് നമ്മുടെ എ ഗെയിം എന്നാണ് ഞങ്ങൾ പേരിട്ടേക്കുന്നത്. അൻവിൻസ് ഗെയിം. അതിന് നമ്മൾ എടുത്ത് വെച്ചു. ഇപ്പൊ ഞങ്ങൾ കുറെ വീഡിയോസ് ഒക്കെ അവിടെ UK പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിനെ റിയൽ ഹണ്ടേഴ്സ് വന്ന് ഹണ്ട് ഡൗൺ ചെയ്യും. അതായത് നമ്മൾ 10 മിനിറ്റ് ഹെഡ്സപ്പ് കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിന് ഓടാൻ. അതിൽ റോളക്സ് ലിയോ ഒക്കെ വരുന്നുണ്ട്. റോളക്സ് ലിയോയും ഹണ്ട് ചെയ്യും. അതായത് അവസാനം ആരെ ഞങ്ങൾ ഹണ്ട് ഡൗൺ ചെയ്യുന്നു അവർക്ക് 10,000 എമൗണ്ട്. അപ്പൊ അങ്ങനെ രീതിയിൽ ഒരു ചിൽ ലൈഫാണ്. താല്പര്യങ്ങൾ അങ്ങനെയാണല്ലോ. എനിക്ക് ആൾക്ക് ആ വീഡിയോ വന്നപ്പം ശരിക്കും കാറ് കിട്ടിയോ, ഇതിന്റെ എന്താണ് ബാക്കി എന്ത് സംഭവിച്ചു ആൾക്കാർക്ക് ഞാൻ 2-3 ദിവസം മുന്നേ ഒരു കണ്ടസ്റ്റൻസിനെ റിവീൽ ചെയ്തപ്പോൾ അതിനുള്ള ഒരാൾക്ക് കിട്ടി. അത് നല്ല സ്റ്റോറി. അത് ആളുടെ സ്റ്റോറി നല്ല രസമുള്ളതാ. വണ്ടി കൊണ്ടുപോയ ആളുടെയും വണ്ടി പിന്നെ കൊടുക്കുന്നതിന് ഇപ്പം നമ്മൾ അടുത്ത വണ്ടി, അത് ജസ്റ്റ് ഒരു ബേസിക് വണ്ടി, നമ്മളൊരു ബേസ് ഇട്ട് നോക്കിയതാ. പക്ഷെ അങ്ങനത്തെ ഒരു വർക്കിന് ചെയ്യും ബുദ്ധിമുട്ടാ. അത് 40 hours മേലെ അവർ കൈവച്ച് നിന്നു. ഈ 40 hours ഞങ്ങൾ ഫുൾ ക്യാമറ ടീമും ഞാനും എല്ലാവരും അതേപോലെ അവിടെ നിൽക്കണമായിരുന്നല്ലോ. അത് ഞങ്ങൾ സെറ്റ് ഇട്ടത്, കാരണം ബാക്ക്ഗ്രൗണ്ട് ക്രൂ എല്ലാവരും നോക്കി നിൽക്കുന്നത്. അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മിനി കൂപ്പറിൻ്റെ ഒരു 10-15 times ഞങ്ങൾ സ്പെൻഡ് ചെയ്തു.
ആ വണ്ടി കൊടുക്കാൻ വേണ്ടി. അതിനേക്കാൾ എളുപ്പമായിരുന്നു നമ്മൾ കമന്റ് ചെയ്യുന്ന ഒരാൾക്ക് എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ വെറുതെ വണ്ടി കൊടുത്തു വിടായിരുന്നു. ഞങ്ങളുടെ എക്സ്പെൻസ് ലൈക്ക് വെരി ഹൈ, അതൊരു അൺഅഫോർഡബിൾ സൈഡിലോട്ട് വരെ പോയായിരുന്നു അതിന്റെ ഞങ്ങൾ മീറ്റ് ചെയ്തത്. പക്ഷേ സ്റ്റിൽ വർത്ത് ദ മണി. അതായത് അവരെനിക്ക് തന്നേക്കുന്ന ഒരു കൊട്ടേഷൻ എന്ന് പറയുന്നത് ആർക്കും ആ ഒരു റേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം എനിക്കത് കട്ട് ഡൗൺ ചെയ്ത് ആ ഒരു രീതി ചെയ്തു തന്നതാ. പക്ഷെ ഞങ്ങളുടെ പ്ലാന് 10-15 ക്യാമറാസ് ചുറ്റും അവരെ ഫോക്കസ് ചെയ്ത് നല്ല ക്യാമറ, സോണിയുടെ FX6 തന്നെ വേണം, ഹീറ്റ് ആവാൻ പാടില്ല, അതിന് വയറിങ് ചെയ്യണം. അതൊരു വെയർ ഹൗസ് അവരൊരു 5-8 മണിക്കൂർ കൊണ്ട് മാറ്റി മറിച്ച് സെറ്റ് ഇട്ട് അതൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അത് സൂപ്പർ ആയിരുന്നു. പക്ഷെ അതിന് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു താല്പര്യം. യെസ്, ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് ദുബായ് ചെയ്യണം, നാട്ടിൽ ചെയ്യണം, പിന്നെ അതിനിടയ്ക്ക് കുറെ മിനീസ്. എല്ലാവർക്കും എന്തെങ്കിലും പൈസ എന്തായാലും കിട്ടണം. ആരൊക്കെ കണ്ടസ്റ്റൻസ് ആയിട്ട് വരുന്ന എല്ലാവർക്കും എന്തെങ്കിലും കിട്ടും, കൊടുക്കാതിരിക്കത്തില്ല. അപ്പം ഇപ്പൊ ഞങ്ങളുടെ വന്ന ഈ വണ്ടി കിട്ടിയില്ലെന്നുള്ളൂ, അതിൽ കുറെ സർപ്രൈസസ് വേറെ ഉണ്ട്. വന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒക്കെ കിട്ടി. അത് നല്ല നല്ല ഗിഫ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരു പോയിന്റ് ഇല്ലല്ലോ, എല്ലാവർക്കും കിട്ടണം. നാട്ടിൽ ഞങ്ങൾ മെഗാ പരിപാടിയാ അത് ഉദ്ദേശിച്ച് പ്ലാൻ ചെയ്യുന്നത്. അത് നല്ലൊരു പരിപാടി ആയിരിക്കും. ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം മീഡിയ ടീമിന്റെ ഷെഡ്യൂൾ അനുസരിച്ചാണ് ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അവര് എങ്ങനെ വേണം എന്ന് പറയുന്ന അനുസരിച്ച് അത് അവരെന്നെയൊന്നും അറിയിക്കത്തില്ല. എല്ലാം പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് അടക്കം എല്ലാം സെറ്റ് ചെയ്ത് തരും. ഞാൻ പോയി ഹോസ്റ്റ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക, അതാണ് അതിലെ രസം. കുറെ മിനി ഗെയിംസ് വരുന്നുണ്ട്. ബർഗർ കഴിച്ചാൽ 10 ബർഗർ കഴിച്ചാൽ 1000 പൗണ്ട്, ബാസ്കറ്റ് ബോൾ ബാസ്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1000 പൗണ്ട്, എല്ലാം അങ്ങനത്തെ ഒരു ബേസിക് ഒരു കോസ്റ്റ് ഉണ്ട്. 1000 പൗണ്ടിന്റെയോ 100 പൗണ്ടിന്റെയോ 500 പൗണ്ടിന്റെയോ ഒരു നല്ല ഫിഗർ കിട്ടണം ഒരാൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ. 10,000 രൂപ എന്നൊക്കെ പറഞ്ഞ നല്ല ഫിഗറാ. അപ്പോൾ ഇവിടെ വരുമ്പം എനിക്ക് കേരളത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് ചെയ്യണം. ഒരാൾക്കല്ല, ഒരുവിധപ്പെട്ട എല്ലാവർക്കും നന്നായിട്ട് തന്നെ എന്തെങ്കിലും കിട്ടണം എന്ന് ഒരാഗ്രഹമുണ്ട്. നാട് ഫാമിലി ആയിട്ടൊക്കെ കണക്റ്റഡ് ആണോ? അപ്പനമ്മയെ വിളിക്കും, ചേട്ടനെ വിളിക്കും, ബാക്കി അങ്ങനെ വലിയ കണക്ഷൻസ് ഒന്നുമില്ല. കാരണം നമ്മളെ ആരും വിളിക്കാറില്ല, ഞാനും ആരും വിളിക്കാറില്ല. അത് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. സമയം എനിക്കൊന്നാമത് സമയമില്ല. എൻ്റെ ലൈഫ് അങ്ങനെ ഒരു ചില്ല ലൈഫാണ്. പിന്നെ നമ്മൾ 5 മണിക്കൂറും കണ്ട് മുന്നില്ല. അപ്പം ഇവിടുത്തെ ഒരു പരിപാടി തീരുമ്പോഴത്തേക്കോ അവിടുത്തെ ഒരു പരിപാടി തീരുമ്പോഴേ ഡിഫറൻസാ. പിന്നെ ആര് വിളിക്കാനാ? പിന്നെ ആരും വിളിക്കാറില്ല.